നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉദയഗിരി വിദ്യാനഗർ ലൈബ്രറി കൗൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തം. ജില്ലയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ വൈദ്യുതി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം നാടിന് സമർപ്പിച്ചു. ആയിരങ്ങളെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ പുളിക്കാൽ ചാലിന് കുറുകെ നിർമ്മിച്ച പുതിയ പാലം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതിയിലൂടെ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ സുഗമമാകുമെന്ന് മന്ത്രി. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ദേശീയ സമ്മേളനവും ജില്ലാ കുടുംബ സംഗമവും കാസർഗോട്ട് നടന്നു. സരസ്വതി സ്വാമി ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ മദനുൽ ഉലൂം മദ്രസയിലെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. 4 ദിവസത്തെ ആഘോഷം നാടിന്റെ ഉത്സവമായി. വാർത്തകൾ വിശദമായി. ഉദയഗിരി വിദ്യാനഗർ ലൈബ്രറി കൗൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഗ്രന്ഥശാലാ സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലൈബ്രറികൾ കേവലം പുസ്തകങ്ങളുടെ സൂക്ഷിപ്പ് വിതരണ കേന്ദ്രങ്ങൾ മാത്രമല്ലെന്നും ഒരു സർവകലാശാലയുടെ റോൾ കൂടി അവയ്ക്കുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ സമൂഹം പുസ്തകങ്ങളിലൂടെയാണ് ലോകവീക്ഷണം നടത്തിയിരുന്നത്. സർവകലാശാലകളിലെ പുസ്തകങ്ങളെല്ലാം സർക്കാർ ഡിജിറ്റൽ രൂപത്തിലാക്കി കഴിഞ്ഞു. ഈ പുസ്തകങ്ങൾ പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് ഗ്രന്ഥശാലാ സംഘം മുൻകൈയെടുക്കണം. വിജ്ഞാനം സാമൂഹിക മാറ്റത്തിന് എന്ന ആശയവുമായി വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിന് മുന്നിട്ടിറങ്ങേണ്ടതുണ്ടെന്നും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുവാൻ പുസ്തകങ്ങൾ നൽകുന്ന വെളിച്ചം പടവാളാകട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ കരുത്തുപകരുന്ന ശക്തിയായി കേരളത്തിലെ ഗ്രന്ഥശാലകൾ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു പ്രസ്ഥാനമാണിത്. ഇന്ന് 10,000-ഓളം എഫിലിയേറ്റഡ് ലൈബ്രറികൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നവരിടം ലോകമാകെ പരിശോധിച്ചാൽ ഇവിടെയേ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ലോകത്തിനു മുന്നിൽ ഇന്ത്യക്ക് ഉയർത്തിക്കാട്ടാവുന്ന കേരളത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നുകൂടിയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. എന്നെ നെല്ലിക്കുന്നി MLA അധ്യക്ഷത വഹിച്ചു. PVK പനയാൽ ആമുഖ പ്രഭാഷണം നടത്തി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യ പ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA-മാരായ CH കുഞ്ഞമ്പു, M രാജഗോപാലൻ, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് AP വിജയൻ, ജോയിന്റ് സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗം രതീഷ് കുമാർ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA ഷൈമ, ഹബീബ് ചെട്ടുംകുഴി, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സുധാ അഴീക്കോടൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു സ്വാഗതവും കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച LDF സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 11 KCB ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു ദീർഘവീക്ഷണവുമില്ലാതെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ജനങ്ങൾക്ക് ഇരട്ടി പ്രഹരമേൽപ്പിക്കുന്ന വലിയ രൂപത്തിലുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങളോടുള്ള അനീതിയാണ്, ജനങ്ങളോടുള്ള വഞ്ചനയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ആ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള ഒരു നടപടിയും എടുക്കുവാൻ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് സാധിക്കുന്നില്ല. സ്വാഭാവികമായും ഇലക്ട്രിസിറ്റി വർധനവ് അത് നിയന്ത്രിക്കുന്നതിന് പകരം ജനങ്ങളെ കൊള്ളയടിക്കുന്ന രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ഇലക്ട്രിസിറ്റി ചാർജാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M. രാജീവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഷാഹുൽ ഹമീദ്, CV ജെയിംസ്, R. ഗംഗാധരൻ, ശാന്താകുമാരി, K. ഖാലിദ്, ജമീല അഹമ്മദ്, PP സുമിത്രൻ, സാജിദ് കമ്മാടം, U. വേലായുധൻ, അബ്ദുൽ റസാഖ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രാജപുരം വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അടിക്കടി വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ചാർജിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രാജപുരം വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. KPCC സെക്രട്ടറി M. അസ്നാഫ് സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പന്തംകൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ശേഷമാണ് നാം സമരത്തിന്റെ 2ാം ഘട്ടമെന്ന നിലയിൽ ഇന്ന് കേരളത്തിലെ 300ഓളം ഇലക്ട്രിസിറ്റി ഓഫീസുകളുടെ മുമ്പിൽ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമരത്തിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ സ്വാഗത ഭാഷകനും സംക്ഷിപ്തമായി പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് തുടർ ഭരണം അത് കിട്ടിയതിനെ തുടർന്ന് എന്തുമാവാം എന്നൊരു നിലയിലേക്ക് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം മുഖ്യാതിഥിയായി. ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു. VK ബാലകൃഷ്ണൻ മാഷ് സ്വാഗതം പറഞ്ഞു. BP പ്രദീപ് കുമാർ, TK നാരായണൻ, MM സൈമൺ, KJ ജെയിംസ്, മാണിയൂർ ബാലകൃഷ്ണൻ, V ബാലകൃഷ്ണൻ, MP ജോസഫ്, ബാബു കദളിമറ്റം, പ്രിയ ഷാജി, രാധാമണി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മധു റാണിപുരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈദ്യുതി സെക്ഷൻ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൃക്കരിപ്പൂരിൽ KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. ഇളമ്പച്ചി ബാക്കിരിമുക്കിൽ നിന്നുമാണ് KCB ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനവിലൂടെ LDF സർക്കാർ ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണെന്ന് കരിമ്പിൽ കൃഷ്ണൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് ഈ പിണറായി വിജയനും കൂട്ടരും ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാർക്കും സംശയമുണ്ടാവില്ല. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ രാജിവെച്ച മലപ്പുറം പോലുള്ള ജില്ലകളിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, KPCC അംഗം KV ഗംഗാധരൻ, P കുഞ്ഞിക്കണ്ണൻ, K സിന്ധു, PV കണ്ണൻ മാസ്റ്റർ, C രവി, E രാജേന്ദ്രൻ, KP ദിനേശൻ, K കുഞ്ഞമ്പു, K പത്മനാഭൻ, P മുസ്തഫ, EM ആനന്ദവല്ലി, EP പ്രകാശൻ, മണ്ഡലം പ്രസിഡന്റുമാരായ M രജീഷ് ബാബു, K സജീവൻ, K അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായമായി കേന്ദ്രം കേരളത്തിന് ചില്ലിക്കാശ് പോലും നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ നേട്ടങ്ങളെ BJP അംഗീകരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായമായി കേന്ദ്രം കേരളത്തിന് ചില്ലിക്കാശ് പോലും നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ തന്നെ കേന്ദ്രം സഹായം നൽകിയെന്നും എന്നാൽ കേരളത്തെ അവഗണിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബി വഴി 90,000 കോടിയുടെ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയെ തകർക്കലാണ് കേന്ദ്ര ലക്ഷ്യം. ഇവിടെ കോൺഗ്രസ് നിശബ്ദമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, M രാജഗോപാലൻ MLA, CH കുഞ്ഞമ്പു MLA, P ജനാർദ്ദനൻ, മാധവൻ മണിയറ, K നളിനാക്ഷൻ, രജീഷ് വെള്ളാട്ട്, K സുധാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ മലാംകുന്നിൽ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡിൻ്റെ ഗേറ്റ്വേ ബേക്കൽ പഞ്ചനക്ഷത്ര റിസോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബേക്കലിൽ പദ്ധതിയിട്ടതിൽ ബാക്കി റിസോർട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബേക്കലിൽ പദ്ധതിയിട്ടതിൽ ബാക്കി റിസോർട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്ത് കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണെന്നും സാമ്പത്തിക മേഖലയുടെ ചടുല വളർച്ചയുടെ ദൃഷ്ടാന്തമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബേക്കൽ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി 32 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. റിസോർട്ട് ഒരുക്കുന്നതിനായി പല സംരംഭകരും മുന്നോട്ട് വന്നിരുന്നു. പല കാരണങ്ങളാൽ ചിലത് മുടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ പദ്ധതികൾ മുടങ്ങുന്ന നിലയുണ്ടാവരുത് എന്നതാണ് 2016 അധികാരത്തിൽ വന്ന സർക്കാർ കാണിച്ചിരുന്ന നിർബന്ധം. അത് ബേക്കലിന്റെ കാര്യത്തിൽ മാത്രമല്ല, സംസ്ഥാനമൊട്ടാകെ മുടങ്ങിക്കിടന്ന പദ്ധതികളെ പുനർജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമീപനത്തിന്റെ ഭാഗമായി നമുക്ക് സാധിച്ചു. കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളിൽ 6% മാത്രമാണ് മലബാറിലേക്ക് എത്തുന്നതെന്നാണ് പഠന റിപ്പോർട്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലബാറിലെ ടൂറിസം വികസനത്തിന് വിഘാതമായി നിന്ന 2 ഘടകങ്ങൾ ഗതാഗത പ്രശ്നവും ഹോട്ടൽ മുറികളുടെ കുറവുമാണ്. ദേശീയപാത 66 മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പൂർത്തിയാകുന്നതോടെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള ഇടപെടലുകളിൽ ഏറെ സാധ്യത വർദ്ധിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന ചില ഫലങ്ങൾ ഇനിയുമേറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് മുന്നോട്ട് പോകേണ്ടത്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഉത്തര മലബാറിന്റെ ടൂറിസത്തിന്റെ വികസന സാധ്യതയ്ക്ക് വേണ്ടി ഇതുവരെ പോയതുപോലെ ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. IHCL ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച IHCL ഗേറ്റ്വേ ആൻഡ് ഗ്രൂപ്പ് സിനർജീസ് വൈസ് പ്രസിഡന്റ് ലിയ ടാറ്റ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, M രാജഗോപാലൻ, BRDC MD P ഷിജിൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയോര മേഖലയിലേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്ന തരത്തിൽ മടിക്കൈ പുളിക്കാൽ ചാലിന് കുറുകെ നിർമ്മിച്ച പുതിയ പാലം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതിയിലൂടെ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ സുഗമമാകുമെന്ന് മന്ത്രി പറഞ്ഞു. മലയോര മേഖലയിലേക്കുള്ള ഗതാഗത സൗകര്യം വൻതോതിൽ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പ്രധാന പദ്ധതികളിലൊന്നായ മടിക്കൈ പുളിക്കാൽ ചാലിന് കുറുകെ നിർമ്മിച്ച പുതിയ പാലം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് നാടിൻ്റെ ഉത്സവമായി മാറി. വർഷങ്ങളോളം നാട്ടുകാർ കാത്തിരുന്ന ഈ പദ്ധതിയുടെ പൂർത്തീകരണം പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി മാറി. പടന്നക്കാട് വെള്ളരിക്കുണ്ട് റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് പുളിക്കാൽ പാലം നിർമ്മിച്ചത്. റോഡ് വീതി കൂട്ടി കയറ്റിറക്കവും വളവും കുറച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 3.29 കോടി രൂപ ചിലവിലാണ് പുളിക്കാൽ പാലം പൂർത്തിയായത്. മടിക്കൈ, കോടോം, ബേളൂർ, കിനാനൂർ, കരിന്തളം പഞ്ചായത്തുകളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്.
കാലപ്പഴക്കത്തിൽ അപകടാവസ്ഥയിലായ പഴയ ക്രോസ് ബാർ കം ബ്രിഡ്ജ് പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. പഴയ പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചതോടെ പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണം വഴി നീലേശ്വരം, എരിക്കുളം, കാഞ്ഞിരപ്പൊയിൽ റോഡിൽ ഗതാഗതം സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. ഈ പദ്ധതിയിലൂടെ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ സുഗമമാകുമെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കുന്നതിൽ സഹകരിച്ച എല്ലാവർക്കും മന്ത്രി നന്ദി അറിയിച്ചു. കേരളത്തിൽ NH-66 വിവിധ സ്ട്രെച്ചുകളുണ്ട്. ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി പ്രിയപ്പെട്ടവരെ 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ ചന്ദ്രശേഖരൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ദേശീയ സമ്മേളനവും ജില്ലാ കുടുംബസംഗമവും കാസർഗോഡ് നടന്നു. ജഗദ്ഗുരു അനന്തശ്രീ വിഭൂഷിത കാളഹസ്തേന്ദ്ര സരസ്വതി സ്വാമി ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ വികസന കോർപ്പറേഷൻ സ്ഥാപിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ NVF ദേശീയ സമ്മേളനവും ജില്ലാ കുടുംബസംഗമവും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ഭാരത സംസ്കാരം നിലനിർത്തുന്നതിനായി പ്രധാന പങ്ക് വഹിക്കുന്ന വിശ്വകർമ്മരെ സംരക്ഷിക്കുന്നതിന് മർമ്മപ്രധാനമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വിശ്വകർമ്മ വികസന കോർപ്പറേഷൻ സ്ഥാപിക്കുക, കരകൗശല വികസന കോർപ്പറേഷൻ, ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നിവയുടെ ചെയർമാൻ സ്ഥാനം വിശ്വകർമ്മജർക്ക് നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. സമ്മേളനം ജഗദ്ഗുരു അനന്തശ്രീ വിഭൂഷിത ಕಾಳಹಸ್ತೇಂದ್ರ ಸರಸ್ವತಿ ಸ್ವಾಮಿ ಉದ್ಘಾಟನೆ ചെയ്തു. ನಮ್ಮಲ್ಲಿ ಸರ್ಕಾರದ ಮೇಲೆ ಒತ್ತಡ ಹಾಕುವಷ್ಟು ಸಾಕಷ್ಟು ಸಂಖ್ಯೆ ಉಂಟಾ? ಸಂಖ್ಯೆ ಮಾತ್ರ ನಮಗೆ ಬಲ ಸಿಗೋದಿಲ್ಲ. ಸಂಖ್ಯೆಯಿಂದ ನಮಗೆ ಬಲ ಇಲ್ಲ. ಸಂಖ್ಯೆ ಒಟ್ಟಾದಾಗ, ಒಗ್ಗಟ್ಟಾದಾಗ ಮಾತ್ರ ನಮಗೆ ಬಲ ಸಿಗುವಂಥದ್ದು. ಅದನ್ನು ತುಂಬ ನಾವು ಯೋಚನೆ ಮಾಡಬೇಕು. ನಾವು 80% ಇದ್ದೇವೆ, 30% ಇದ್ದೇವೆ, ಅದು ಯಾವುದಕ್ಕೂ ಸೇರೋದಿಲ್ಲ, ಇನ್ನೊಂದು ಇದ್ದೇವೆ ಅಂತ ಹೇಳಿದರೆ ನಮಗೆ ಬಲ ಇಲ್ಲ. ಈ ರೀತಿ ಸಮ್ಮೇಳನ ಆದಾಗ ಇಲ್ಲಿ ಜಾಗ ತುಂಬಿ ಹೊರಗೆ ಕೂಡ ನಿಲ್ಲುವಷ್ಟು ಸಂಖ್ಯೆ ನಾವು ಸೇರಿಕೊಂಡಾಗ ಮಾತ್ರ ನಮಗೆ ರಾಜಕಾರಣಿಗಳ ದೃಷ್ಟಿ ನಮ್ಮ ಮೇಲೆ ಬೀಳಲಿಕ್ಕೆ ಸಾಧ್ಯ. ನಮ್ಮೆಲ್ಲರ ಏನು ಮನವಿ ಇದೆಯದು ಅವ್ರಿಗೆ ಮುಟ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ಹಾಗಾಗಿ ಸಂಖ್ಯೆಯೊಂದಿಗೆ ಸಂಘಟನೆಯು ಕೂಡ ನಮ್ಮಲ್ಲಿ ದೃಢವಾದಾಗ ಮಾತ್ರ ನಮಗೆ ಬಲ ಬರ್ತದೆ. ಆ ಚಿಂತನೆಯನ್ನು ನೀವೆಲ್ಲ ದೃಢವಾಗಿ ಯೋಚನೆ ಮಾಡಿ ಜಾರಿಗೆ ತನ್ನಿ. ನಮ್ಮ ಸಂಘಟನೆ ಅದು ಇದು ಏನಂತಲ್ಲ, ಯಾವುದಿದ್ರೂ ನಾವು ಸಂಘಟನೆಗಳಾಗುವ, ಬೆಳೆಸುವ. ದೇವಸ್ಥಾನ ಈ ರೀತಿಯ ಸಂಘಟನೆಗಳು ಪರಸ್ಪರ ಭಿನ್ನಾಭಿಪ್ರಾಯ ಎಂದೂ ಕೂಡ ತಂದುಕೊಳ್ಬಾರ್ದು. ನಾವೆಲ್ಲ ಒಂದಾದಾಗ ಮಾತ್ರ ನಮಗೆ ಬಲ ಸಿಗುವಂಥದ್ದು. ദേശീയ പ്രസിഡന്റ് M. സീതാരാമ ആചാര്യ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രാഘവൻ കൊളത്തൂർ സ്വാഗതം പറഞ്ഞു. ദേശീയ ട്രഷറർ രാഘവൻ തൊട്ടുവയൽ, സംസ്ഥാന പ്രസിഡന്റ് CK അമ്പി, വാസന്തി J. ആചാര്യ, ദേശീയ വൈസ് പ്രസിഡന്റ് ശശി പക്യാര എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ കുടുംബ സംഗമം നടന്നു. ജില്ലാ സെക്രട്ടറി ശ്യാമള സൂര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ PK വിജയൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു ആചാര്യ, സതീശൻ കാനടുക്കര, സുമേഷ് വല്ലച്ചിറ, സന്തോഷ് കയ്യൂർ, നിഷാ ചന്ദ്രൻ, KM ഗീത തൃശൂർ, ശ്രീപ്രിയ പാലക്കാട്, K. ജയശീലൻ, K. പുരുഷോത്തമ ആചാര്യ, AK രാമകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ തൃശൂർ എന്നിവർ സംസാരിച്ചു. ഓമന അമ്പി നന്ദി പറഞ്ഞു. പുതിയ ദേശീയ ജില്ലാ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സീതാരാമ ആചാര്യയെ ദേശീയ പ്രസിഡന്റായും, രാഘവൻ കൊളത്തൂരിനെ ജനറൽ സെക്രട്ടറിയായും, സുമേഷ് വല്ലച്ചിറയെ ട്രഷററായും തിരഞ്ഞെടുത്തു. വിഷ്ണു ആചാര്യയെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായും, നിഷാ ചന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായും, ഓമന അമ്പിയെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ABC ഷോറൂമിൽ ഗംഭീര ഓഫർ. 1 പവൻ സ്വർണത്തിൻ്റെ വിലയിൽ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം. പ്രൗഢമായ ചടങ്ങിൽ മെഗാ സെയിൽ സാദിയ സെന്റർ ഇമാം മുബഷിർ ഹാഷ്മി ഉദ്ഘാടനം ചെയ്തു. ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ അധികായരായ ABCയുടെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള ഷോറൂമിൽ മെഗാ സെയിലിന് തുടക്കമായി.
ടൈൽ, സാനിറ്ററി വെയർ, പ്ലംബിംഗ് രംഗത്തെ കേരളത്തിലെ ഏറ്റവും വലിയ വിൽപ്പനക്കാരായ APCയുടെ മെഗാ ഓഫറിൽ 1 പവൻ സ്വർണത്തിൻ്റെ വിലയിൽ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കുവാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഷോറൂമിൽ പ്രൗഢമായ ചടങ്ങിൽ മെഗാ സെയിലിൻ്റെ ഉദ്ഘാടനം സാദിയ സെൻറ്റർ ഇമാം മുബാഷിർ ഹാഷ്മി ഉദ്ഘാടനം ചെയ്തു. ഷോറൂം മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻവർ, ഡയറക്ടർ അബ്ദുല്ല, മാനേജർ സന്തോഷ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സ്പെഷ്യൽ കോംബോ ഓഫറുകളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും മെഗാ സെയിലിൽ ലഭിക്കും. ഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ന്യൂ ഡിസൈൻസ്, പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് എന്നിവയുടെ അതിവിപുലമായ ശേഖരം തന്നെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിലിനാണ് കാസർഗോഡ് ABC ഷോറൂമിൽ തുടക്കമായതെന്നും ഏവരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും ഷോറൂം മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻവർ KCN ന്യൂസിനോട് പറഞ്ഞു. ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ABC മെഗാ സെയിൽ 2024-25 ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിവിധ പഞ്ചിലും ഡിസൈനിലും നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കളക്ഷൻസ് തന്നെ ABC ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 പവൻ സ്വർണത്തിൻ്റെ വിലക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ സാധനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ സാനിറ്ററി, പ്ലംബിങ്, മറ്റ് ഐറ്റംസിനും നിങ്ങൾ അതിശയിപ്പിക്കുന്ന ഡിസ്കൗണ്ടാണ് നമ്മൾ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാനുഫാക്ചറടുത്ത് നേരിട്ട് പോയി ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് ഗുണനിലവാരം ഉറപ്പുവരുത്തി എല്ലാം പുതിയ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കറണ്ട് റെഡി സ്റ്റോക്കായിട്ട് 1.5 കോടി സ്ക്വയർ ഫീറ്റ് നമ്മളിവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ ഓഫർ കാലയളവിൽ നിങ്ങൾ എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ തുടർച്ചയായിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിലയിൽ മാറ്റം ഉണ്ടാകുമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂഷൻ കിട്ടും. കാരണം ഇത് 1 ടൈമോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയ സാധനമല്ല, റെഡി. നിങ്ങൾക്ക് ബാച്ച് നമ്പറും അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും നോക്കിയാൽ മനസ്സിലാവും. അത്രയും ഫ്രഷ് സ്റ്റോക്കാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കസ്റ്റമേഴ്സ് എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഡിസൈൻസും ഓഫറും കിട്ടും. ABC മെഗാ സെയിലിൻ്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള നിരവധി സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടൈൽ, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കാസർഗോട്ടെ ഏറ്റവും വലിയ ഷോറൂമാണ് ABC. 25,000 ചതുരശ്ര അടി ഡിസ്പ്ലേ ഏരിയയാണ് കാസർഗോഡ് ABCയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ ജുമാ മസ്ജിദിന് കീഴിലെ മഹദനുൽ ഉലൂം എന്നറിയപ്പെടുന്ന മദ്രസയിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. മദ്രസയുടെ 50 വർഷത്തെ നേട്ടങ്ങൾ ആഘോഷമായപ്പോൾ അത് നാടിൻ്റെ ഉത്സവം തന്നെയായി മാറി. സുവർണ ജൂബിലി പൊതുസമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അസൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ ജമാഅത്ത് പള്ളിയുടെ അധീനതയിലുള്ള മദനുൽ ഉലൂം മദ്രസ സമസ്ത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെട്ടതിൻ്റെ 50ാം വാർഷികം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. 4 ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടികൾ നാടിൻ്റെ ഉത്സവം തന്നെയായി മാറി. പരിപാടികളിൽ മതമേലധ്യക്ഷന്മാരും പ്രമുഖ വ്യക്തികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രാർത്ഥനാ സമ്മേളനവും മതപ്രഭാഷണങ്ങളും കഥാപ്രസംഗവും മദ്രസയുടെ ചരിത്ര പ്രകീർത്തനവും ജനങ്ങളെ കൂടുതൽ ആകർഷിച്ചു. സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന സുവർണ ജൂബിലി പൊതുസമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അസൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മസ്ജിദ് ഖത്തീബ് ഹാഷിർ അൽ ഹമീദി അധ്യക്ഷത വഹിച്ചു. ഫാറൂഖ് താരിമി കൊല്ലമ്പാടി മുഖ്യപ്രഭാഷണം നടത്തി. ശനിയാഴ്ച നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സയ്യിദ് UK സൈഫുല്ല തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ കുഞ്ചത്തൂർ അധ്യക്ഷത വഹിച്ചു. മസ്ജിദ് പ്രസിഡന്റ് സയ്യിദ് ചാക്കൂർ, സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ അഹമ്മദ് റിയാസ്, അബ്ദുൽ ഖാദർ മദനി, ഇസ്മായിൽ ദാരിമി, ഇബ്രാഹിം ഉമർ ഹാജി, അബ്ദുൽ ഖാദർ ഫൈസി, അബ്ദുൽ റഹ്മാൻ ഹാജി കടമ്പാർ, അഷ്റഫ് കുഞ്ചത്തൂർ, അബ്ദുൽ ഖാദർ, അബ്ദുൽ ഹക്കീം UK, ഹനീഫ് കുഞ്ഞി, KK ബദറുദ്ദീൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സലീം സ്വാഗതവും അബ്ദുൽ ജബ്ബാർ നന്ദിയും പറഞ്ഞു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ കോടി പഞ്ചാക്ഷരി ജപയജ്ഞത്തിനും ശ്രീചക്ര പൂജയ്ക്കും ഭക്തിസാന്ദ്രമായ തുടക്കം. രാവിലെ ദേവതാ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 4 ദിവസങ്ങളിലായാണ് കോടി പഞ്ചാക്ഷരി ജപയജ്ഞ ശ്രീചക്ര പൂജാ ചടങ്ങുകൾ നടക്കുക. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു ധാർമ്മിക യജ്ഞത്തിനായി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ശ്രീ മല്ലികാർജുന ക്ഷേത്ര പരിസരം വേദിയായത്. രാവിലെ ദേവതാ പ്രാർത്ഥനയോടെയാണ് കോടി പഞ്ചാക്ഷരി ജപയജ്ഞത്തിനും ശ്രീചക്ര പൂജയ്ക്കും ഭക്തിയുടെ നിറവിൽ തുടക്കമായത്. എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം. വരെ 4 ദിവസങ്ങളിലായി സനാതന സമ്പ്രദായപ്രകാരം ബ്രഹ്മശ്രീ ഉച്ചില ശ്രീ പത്മനാഭ തന്ത്രി വര്യരുടെ മാർഗനിർദ്ദേശത്തിലാണ് യജ്ഞം നടക്കുക. എല്ലാ ദിവസവും ഉച്ചവരെയാണ് ശിവപഞ്ചാക്ഷരി ജപയജ്ഞം. 18-ാം തീയതി വൈകുന്നേരം ശ്രീചക്ര പൂജയും 19-ാം തീയതി ശ്രീരുദ്ര ഹോമവും നടക്കും. മഹായജ്ഞം നടക്കുന്ന ദിവസങ്ങളിൽ വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തല്ലെന്ന് പറഞ്ഞാൽ കൂട്ടത്തല്ല്. പരസ്പരം ആക്രോശിച്ച് വലിയ വടിയും കമ്പുമൊക്കെയായി തല നോക്കിയാണ് അടി. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ പുങ്ങഞ്ചാലിലായിരുന്നു അയൽക്കാർ തമ്മിൽ വൻ അടി നടന്നത്. അതിർത്തി തർക്കത്തിൻ്റെ പേരിലായിരുന്നു ഞെട്ടലോടുകൂടി മാത്രം കാണുവാൻ കഴിയുന്ന ഈ കൂട്ടത്തല്ലുണ്ടായത്. വേണ്ടാത്ത പണിക്കല്ലോ. ചെക്കന് തലവെല്ലാം മുറിഞ്ഞു. എന്തെങ്കിലും എല്ലാം ആയി തീർക്കൊന്നും ഇടാം. വാക്തർക്കങ്ങൾ കയ്യാങ്കളിയിൽ കലാശിക്കുന്നതൊക്കെ പതിവാണെങ്കിലും ഈ കയ്യാങ്കളി കണ്ടാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും. അത്രയേറെ ക്രൂരമായാണ് അയൽക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പരസ്പരം ആക്രോശിച്ച് വലിയ വടിയും കമ്പുമൊക്കെയായി തലയൊക്കെ നോക്കിയാണ് അടി. സ്ത്രീകളടക്കമുള്ളവർ സ്ഥലത്തുണ്ടായപ്പോഴായിരുന്നു ഭീകരമായ ഈ കൂട്ടത്തല്ലുണ്ടായത്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ പുങ്ങഞ്ചാലിലായിരുന്നു അയൽക്കാർ തമ്മിലുള്ള വൻ സംഘട്ടനം നടന്നത്. അതിർത്തി തർക്കത്തിൻ്റെ പേരിലായിരുന്നു ഞെട്ടലോടുകൂടി മാത്രം കാണുവാൻ കഴിയുന്ന ഈ കൂട്ടത്തല്ലുണ്ടായത്. എന്തെങ്കിലും എല്ലാം ആയി തീർക്കൊന്നും ഇടാം. വേണ്ടാത്ത പണിക്കല്ലോ. ചെക്കന് തലവെല്ലാം മുറിഞ്ഞു. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് വഴിതർക്കത്തിൻ്റെ പേരിൽ പുങ്ങഞ്ചാലിൽ ഇരു കൂട്ടർ തമ്മിൽ കൂട്ടയടി നടന്നത്. വർഷങ്ങളായി തുടരുന്ന റോഡ് വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അടി. കൂട്ടത്തല്ലിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു കുടുംബങ്ങളിലുള്ളവരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്.
പരിശോധനകൾക്ക് ശേഷം വധശ്രമം ഉൾപ്പെടെ ചുമത്തി ഇവർക്കെതിരെ വെള്ളരിക്കുണ്ട് പോലീസ് കേസെടുത്തേക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായം വിതരണം ചെയ്തു. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സഹായധനം പെരിയ SN കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് കൈമാറി. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പരിധിയിലുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 145 ക്ഷേത്രങ്ങൾ, ദേവസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്വരൂപിച്ച സഹായമാണ് മന്ത്രി വിതരണം ചെയ്തത്. പരിക്കേറ്റവരുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആവശ്യമായത് ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തിവരികയാണ്. ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കിടക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നഷ്ടം തീരാൻ വേണ്ടി പോകുന്നില്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ആ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി വളരെ മാതൃകാപരമായി ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി മുന്നോട്ട് വന്നുകൊണ്ടുള്ളത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. ഉത്തര മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികർ ചടങ്ങിൽ പങ്കെടുത്തു. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി നൽകാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ പറഞ്ഞു. CH കുഞ്ഞമ്പു MLA, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, KV ബാലകൃഷ്ണൻ, നാരായണൻ കുളത്തൂർ, ഡോക്ടർ ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലാണ് സമ്മേളനം നടന്നത്. റെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്നു. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പവിത്രൻ ഞാണിക്കടവ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് S ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനീസ് PV സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മധു S നായർ, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. അനിയന്ത്രിതമായി ചെങ്കല്ല് വില വർധനവിനെതിരെ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ കമ്മിറ്റി പ്രസിഡന്റായി പവിത്രൻ ഞാണിക്കടവ്, സെക്രട്ടറിയായി പ്രദീപ് ചെർക്കള, ട്രഷററായി സന്തോഷ് AU എന്നിവരെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി നൌഫൽ PM, ജിമ്മി ജോസ്, ജോയിന്റ് സെക്രട്ടറിമാരായി ശാലിനി P, സാദത്ത് MA എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദയഗിരി വിദ്യാനഗർ ലൈബ്രറി കൗൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തം. ജില്ലയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ വൈദ്യുതി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം നാടിന് സമർപ്പിച്ചു. ആയിരങ്ങളെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ പുളിക്കാൽ ചാലിന് കുറുകെ നിർമ്മിച്ച പുതിയ പാലം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതിയിലൂടെ മലയോര മേഖലയിലെ ജനജീവിതം കൂടുതൽ സുഗമമാകുമെന്ന് മന്ത്രി. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ദേശീയ സമ്മേളനവും ജില്ലാ കുടുംബ സംഗമവും കാസർഗോഡ് നടന്നു. സരസ്വതി സ്വാമി ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ മദനുൽ ഉലൂം മദ്രസയിലെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. 4 ദിവസത്തെ ആഘോഷം നാടിൻ്റെ ഉത്സവമായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.